ഷിംജിത അങ്ങ് ദുബായിലെത്തി എന്ന ഒരു ശബ്ദ സന്ദേശം ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ്. ഒരു വ്യക്തി റിയാക്ട് ചെയ്താണ്, ഇൻസ്റ്റഗ്രാമിൽ റിയാക്ട് ചെയ്ത വീഡിയോ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഫോളോവർ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. ആ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ടതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സംസാരിക്കാനുണ്ട്. ബ്രോ, ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നൈഫിലാണ് താമസം. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് അവർ കണ്ണൂരിലുള്ള തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാണ്. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അവളൊന്ന് കാണണം, അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളെ ഒന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്. സംഭവം അവളിവിടെ ഉണ്ട്, കറാമയിലുണ്ടെന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് അയക്കണേന്ന് പറഞ്ഞാൽ. പേടിക്കാനൊന്നുമില്ല. ഇത് പാൻ ഇന്ത്യൻ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഹിന്ദി ചാനലുകൾ, അതേപോലെ തന്നെ തമിഴ്, കന്നഡ, എല്ലാ ലാംഗ്വേജിലും ഇത് റീൽസ് ആയിട്ട് കിടക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനെ ഒരു തെറ്റും ചെയ്യാതെ മരണത്തിലേക്ക് തള്ളിവിട്ട ഷിംജിത എന്ന സ്ത്രീയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രവാസികൾ ഇത് കണ്ടാൽ ഉടനെ തന്നെ അവരുടെ വീഡിയോയും ഫോട്ടോസും ഒക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്, അവരും ഇനി ഇതേ കടുങ്കൈ ചെയ്താൽ നിങ്ങൾ എന്ത് പറയും എന്നുള്ളത്. എന്റെ പൊന്നു ബ്രോ, ഒരു വീടിന്റെ നാഥനായ മനുഷ്യൻ അയാൾ മരണപ്പെട്ടതിന് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അയാൾ ഒരു തെറ്റും ചെയ്തില്ല എന്ന് ആ വീഡിയോ കണ്ടാലും മനസ്സിലാവില്ലേ? അയാള് ആ മനം നൊന്ത് അത് ചെയ്തപ്പോ നിങ്ങൾക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ഈ സ്ത്രീ അത് ചെയ്താൽ എന്ത് ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്നുള്ളതാണ്. ആണിന് എന്തും ചെയ്യാന്നുള്ളതാ. ഇനിയിപ്പോ ഇയാൾ ഇത് ചെയ്തില്ല എന്ന് കൂട്ടുക, അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട് തന്നെ കൂട്ടുക, ഏത് രീതിയിലായിരിക്കും അയാൾ ആളുകൾ ഹണ്ട് ചെയ്യുക? ഇവിടെ ഇപ്പൊ തന്നെ രണ്ട് ഭാഗങ്ങളായി ആളുകൾ തിരിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഒന്ന് ഇയാളെ സപ്പോർട്ട് ചെയ്യും, മരണപ്പെട്ടു പോയ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളുകൾ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളുകളുടെ എണ്ണം അങ്ങ് കൂടും. ആ സ്ത്രീയുടെ കൂടെയുള്ള ആളുകളുടെ എണ്ണം കൂടും. തീർച്ചയായിട്ടും അയാളെ ഹണ്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയൊക്കെ കൃത്യമായിട്ട് ഒരു നിലപാടെടുത്ത് കണ്ടില്ലേ? പിന്നെ ഞാൻ പറഞ്ഞതിൽ ഒരു മുത്തശ്ശി കിടന്നിട്ട് കുറെ ദിവസമായി ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കളിക്കുന്നത്. ആ മുത്തശ്ശിയും ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുരുഷന്മാർക്ക് നേരെ എന്തെങ്കിലും ഒരു ഫേക്ക് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരൊക്കെ നെഞ്ചും വിരിച്ച് അതൊക്കെ കേട്ട് നിൽക്കണമെന്നും, സ്ത്രീകൾക്ക് നേരെയാണെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും വേണം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ഞങ്ങൾ ആർക്ക് നേരെ തെറ്റുകൾ കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. പിന്നെ കുറെ ആളുകൾ എന്റെ പൊന്നു ബ്രോ ഈ വീഡിയോനെ നിർത്തുക എന്നൊക്കെ പറയുന്നത്. ഞാൻ എന്ത് പറയാനാ നിങ്ങളെ കുറിച്ചിട്ട്? എടോ, നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ അങ്കിളിനോ ഒക്കെയാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഇത് തന്നെ പറയോ? ഇത്തരം വാർത്തകൾ ഇനിയും ഉണ്ടാവാതിരിക്കാനാണ് നമ്മളെ പോലുള്ള ആളുകളൊക്കെ ഇത് കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ കൂടുതൽ റിയാക്ട് ചെയ്തുകൊണ്ടും നിങ്ങളൊക്കെ കമന്റ് ഇട്ടത് കൊണ്ടും ഷെയർ ചെയ്തത് കൊണ്ടും തന്നെയാണ് ഈ കേസ് ഇത്രക്ക് ഊർജിതമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി പുരുഷ കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം നിങ്ങളൊക്കെ ഒരു കോമഡി ആയിട്ടല്ലേ എടുത്തത്. ഇപ്പൊ അത് കോമഡിയിൽ നിന്ന് മാറി അല്ലേ? എല്ലാവർക്കും പുരുഷ കമ്മീഷൻ വേണമെന്നൊരു ആഗ്രഹം വന്നല്ലേ? അത് എന്തു കണ്ട? ഇദ്ദേഹത്തിനെ പോലെ ആരും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഫേക്ക് ആയിട്ട് നമ്മളെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സംസാരിക്കാൻ ആരെങ്കിലും വേണം. ഇവിടെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇല്ല എന്ന് ആരാ പറയുന്നേ? പക്ഷെ ഈ വിഷയത്തിൽ ഒരിക്കലും ഷിംജിതയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു വ്യക്തി ഈ ഷിംജിത തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. എനിക്ക് ഇവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ ഇവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ഇവൾ പറഞ്ഞു. നിനക്ക് രക്ഷപ്പെടുത്താൻ ഞാൻ സത്യം പറയുന്ന അവളെ നല്ലപോലെ പൊരിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ നല്ലപോലെ മറുപടി പറയുമ്പോൾ ഫോൺ പേടിച്ചിട്ട് കട്ട് ചെയ്ത് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് പല സ്ഥലങ്ങളിൽ അവളെ മൊത്തം തെരഞ്ഞ് പല നിയമ അധികൃതർ, പല നിയമത്തിനെ സംബന്ധിച്ച പല ആൾക്കാർക്കും ഞാൻ വിളിച്ച്, DSP എല്ലാം മൊത്തം ആൾക്കാർക്ക് വിളിച്ച് ഞാൻ മൊത്തം അന്വേഷിച്ചു. പക്ഷെ അവരിൽ ഞാൻ പറയുന്ന രീതിയിൽ എല്ലാം മൊത്തം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, വൈകാതെ ഇവിടെ പൊക്കും. ഈ ഷെരീഫ് കാസർഗോഡ് എന്ന് പറയുന്ന ഈ വ്യക്തിയും ഈ ഷിംജിതയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷിംജിത ഇയാളെ വിളിച്ച് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഈ വിഷയത്തിന്റെ ഇടയിലൂടെ പല ആളുകളും റീച്ചിന് വേണ്ടി നുണ പറയുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി എന്നുള്ളതാണ്. നമ്മൾ പരമാവധി വീഡിയോസ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടൊക്കെയാണ് പരമാവധി ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇദ്ദേഹം പറയുന്ന വാക്കാണിത്, എന്നെ വിളിച്ചിരുന്നു, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തോ ഒരു ബന്ധം അവർ തമ്മിലുണ്ട് എന്നതിന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഇദ്ദേഹം എല്ലാ പോലീസ് സ്റ്റേഷനിലും വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു എന്നും പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. പല ആളുകളും റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പല ആളുകൾക്കും വെറും ഒരു കണ്ടന്റ് എന്ന രീതിയിൽ മാത്രമാണെന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം ഇത് പ്രവാസികളെ അറിയിക്കണം. ഇപ്പൊ ഈ ചാനലിടുന്ന വീഡിയോസിന് തന്നെ ഏകദേശം 40% UAE, ഖത്തർ, അതുപോലെ സൗദി അറേബ്യ, GCC നിന്നാണ് ആളുകൾ കാണുന്നത്.
അപ്പൊ GCCയിലുള്ള ആളുകൾ ഇത് കൂടുതൽ അറിയേണ്ടതായിട്ട് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അവൾ എങ്ങാനും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹിജാബും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടാണ് നടക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ പോലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണ് എങ്കിൽ ആളുകൾക്ക് ആ മുഖം രജിസ്റ്റർ ആവുകയും ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയും. അതിനാണ് നമ്മളെ പോലുള്ള ആളുകൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ പരമാവധി ആളുകൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ അച്ഛനും ഏട്ടനോ അനുജനോ ആർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ വരുമ്പോ സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. ഇനി ഷിംജിത പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചടക്കി കൊടുത്താലോ. അതായത് എത്ര നുണ പറഞ്ഞു എന്ന് നമുക്കൊന്ന് കാണണ്ടേ, ഒന്ന് കാണാം. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു, പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്, എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, പിറകിലുള്ള ആരെയോ തൊട്ടു, അപ്പൊ അത് കണ്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നെ തൊട്ടാ മതി എന്ന് പറഞ്ഞിട്ട് മുന്നിൽ കയറിയുന്നത് പോലെ ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് പോയി ഒരസി. എന്നിട്ട് അയാൾ ഇറങ്ങി ഓടിയത് കണ്ട്, അല്ല ഇറങ്ങി സ്പീഡിൽ നടന്നത് കണ്ടു. ഉടനെ തന്നെ ബാക്കിലുള്ള ആൾ ചോദിച്ചത് എന്താ പെങ്ങളെ പറ്റിയെന്നുള്ളത്. എവിടെയാണ് ആ സഹോദര? ആ സഹോദരൻ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. CCTV ക്യാമറ ഫുട്ടേജിലും അങ്ങനെ ഒരാളുണ്ടോ? ഇല്ല അല്ലേ. എന്നാൽ ഈ ഒരു കാര്യം എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള നുണയായിരുന്നു എന്ന് കേട്ടോക്കിയാലോ, നോക്കാം. നമ്മളോട് ആ രീതിയിലുള്ള പരാതികളൊന്നും ആരും പറഞ്ഞു? ഒരു പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല. ഒരു പരാതിയും ബസ്സിലുണ്ടായിട്ടില്ല. ബസ്സിലെ കണ്ടക്ടർ, അതേപോലെ തന്നെ ഡ്രൈവർ, പിന്നെ വേറൊരു വ്യക്തിയും കൂടി ഉണ്ടാവും, കിളി എന്നൊക്കെ വിളിക്കും ഏറ്റവും പിറകിലിരിക്കുന്ന, ഇവരും കണ്ടിട്ടില്ല. പിന്നെ താങ്കൾ എവിടെ നിന്നാണ് ബഹളം വെച്ചത്? എന്തു വലിയ നുണയായിരുന്നു അല്ലേ അത്. ഇനി രണ്ടാമത്തെ നുണ. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഓക്കെ, ഒരു പോലീസുകാരനെ, പരിചയമുള്ള പോലീസുകാരനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ പോലീസുകാരൻ ഇങ്ങോട്ട് ചോദിച്ചത്രേ എന്നാ പേരും ഡീറ്റെയിൽസ് അയക്കുക എന്നുള്ളത്. പേരും ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, ഞാനൊരു വീഡിയോ എപ്പോഴും പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ വീഡിയോ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്തപ്പോൾ ആൾ അത് കണ്ട് മനം നൊന്ത് അത് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു പോലീസുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? റിപ്പോർട്ടർ ചാനൽ പറയുന്നത് കേട്ടാലോ. 2 പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞുവെന്ന് പച്ചക്കള്ളം പറഞ്ഞു ഷിംജിത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മുന്നിൽ ഇപ്പോൾ വസ്തുതയായിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു കള്ളം അത് പൊളിഞ്ഞു വീഴുകയാണ്. അവരാരോടും പരാതി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ? അവരാരോടും പരാതി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ. പിന്നെ ഷിംജിത്ത് അല്ല ചേട്ടായി, ഷിംജിത. ഓക്കെ, അപ്പൊ ഷിംജിത എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എത്ര വലിയ നുണച്ചിയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ. ആ ബസ്സിലെ വീഡിയോസും അതിലും വലിയ നുണയാണ് എന്നുള്ളതാണ്. എത്രയോ ദൂരത്ത് നിൽക്കുന്ന ഒരാളെ വൈഡ് ആംഗിളിൽ നിന്നൊരു വീഡിയോ എടുക്കുന്നു, അത് കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാൻ നേരത്ത് അങ്ങ് കയറി നിന്ന് കൊടുത്ത് അങ്ങ് തൊടു എന്ന് പറഞ്ഞ് തൊടുന്നില്ല എന്ന് കണ്ടപ്പോ കയറി അങ്ങ് മുട്ടി ചിരിച്ചിട്ട് ആളോട് പിന്നെ ബഹളം വെച്ചു എന്നാ പറയുന്നത്. ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമുക്ക് നേരെ ആരെങ്കിലും ഒക്കെ ഒരു വൃത്തികേട് ചെയ്താൽ, ഇപ്പൊ സ്ത്രീകളുടെ കാര്യം പറയാം, ഏതെങ്കിലും ഒരു സ്ത്രീ ഏത് രീതിയിലാണ് പ്രതികരിക്കുക? അവരെ ശരീരത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾ തൊട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടി അടിക്കും. ഇതിപ്പോ ഒന്നും മിണ്ടാൻ കഴിയാത്ത പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം അവർക്ക് അത്ര ധൈര്യം ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഈ സ്ത്രീയുടെ ധൈര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇവര് സൈക്കോളജിസ്റ്റ് ആണ്, ഇതാണെന്നൊക്കെയാണ് ഒരു പ്രൊഫൈലില്. അതുകൂടാതെ തന്നെ മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് വ്യക്തമായിട്ട് ഒരു വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവുന്നുള്ളതാ. അപ്പോ എന്നെ മുട്ടിക്കോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ ചെയ്യുക, പകരം പ്രതികരിക്കുകയോ ചെയ്യുക? ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ 2 ഇൻസിഡന്റ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആ 2 ഇൻസിഡന്റിലും അവര് ആ വൃത്തികേട് ചെയ്ത ആളെ മുഖം നോക്കി അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജനങ്ങൾ അവിടെ കൂടുകയും ചെയ്തു. ഇവിടെ എന്തുകൊണ്ടത് ചെയ്തില്ല? അയാളെ വീഡിയോ എടുത്തു, അയാള് ഇറങ്ങി ഓടി എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും ആരും കണ്ടിട്ടുമില്ല, ഇങ്ങനെ ഒരു പരാതി അവിടെ വന്നിട്ടുമില്ല. എന്ത് നുണ പറഞ്ഞിട്ടാലും നടക്കുന്നത്. എന്തായാലും ഇപ്പൊ ദുബായിൽ എത്തിയിട്ടുണ്ട്. ഈ ദുബായിലുള്ള പ്രവാസികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിയമമൊന്നും കയ്യിലെടുക്കണ്ട, ആരെയും തല്ലാനും പിടിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ നിൽക്കുന്ന സ്പോട്ട് അപ്ഡേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക. അവർക്ക് വൈറലാവണമല്ലോ. ആ വൈറൽ നിങ്ങൾ എല്ലാവരും കൂടി ആക്കി കൊടുക്കുന്നേ. എവിടെയൊക്കെ പോയാലാ ആ ഒരു വീഡിയോ എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്ക്. ഇനി അവിടെയുള്ള പോലീസുകാരെന്തെങ്കിലും ചോദിക്കാന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുക. കേരളത്തിൽ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്തിട്ട് നാട് വിട്ടു പോയതാണെന്ന്. പിന്നെ ഇവര് എന്ത് ബിസിനസ്സാണ് അവിടെ നടത്തുന്നത്, എന്താണ് ഇവരുടെ ബിസിനസ് എന്നുള്ള കാര്യത്തിന്റെ ഒരു വലിയ സൂചന, വലിയതല്ല, ഒരു 1.5 സൂചന കിട്ടിയിട്ടുണ്ട്. അതിപ്പോ എന്തായാലും ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറല്ല. അത് പറയാം, കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ. ഇപ്പൊ തന്നെ അത് പറഞ്ഞാൽ അതിന്റെ ഒരു ഇത് പോവും. ഇനി ആരെങ്കിലൊക്കെ അത് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിടക്കട്ടെ അവിടെ. ഇപ്പൊ പല ആളുകളും ദുബായിൽ പോയിട്ട് ചെയ്യുന്ന
പല ജോലികളെ കുറിച്ചിട്ടുള്ള പക്ക ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും തെളിവില്ലാതെ ഒരാളുടെ പേരോ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ വിളിച്ചു പറയില്ലല്ലോ. ആ തെളിവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കറക്റ്റ് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഇടും. ഇപ്പോ ഷിംജിത ഭർത്താവുമായിട്ട് 5-6 മാസം ബന്ധം വേർപെട്ടിട്ടോ അല്ലെങ്കിൽ തെറ്റി പിണങ്ങിയിട്ടോ മാറി നിൽക്കുകയാണ്. അയാൾ അരീക്കോട് ഏതോ ഒരു ബാർബർ ഷോപ്പിലെ ഒരു ജീവനക്കാരനായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷിംജിതയെ കുറ്റം പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ലൈഫ് കളഞ്ഞ ഒരാളെ കുറ്റം പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാൻ പറ്റുക? അത് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെല്ലാവരും. പകരം അവരുടെ ഫാമിലിയെ കുറിച്ചിട്ട് അവരുടെ വീട്ടിൽ കല്ലെറിയാൻ വേണ്ടി പോകണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതിപ്പോ ചില ആളുകൾ ഇപ്പൊ ഭയങ്കരമായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വഴി തന്നെയാണ് ഇപ്പൊ ഇവര് ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവരുടെ ഫാമിലിയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന വിഷമം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ മരണപ്പെട്ട ദീപക് എന്ന് പറയുന്ന മനുഷ്യന് അയാൾക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണല്ലോ സംസാരിക്കുന്നത്. ഇനിയും ഇങ്ങനെയുള്ള ദീപക്കുമാരുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഷിംജിത കാണിച്ച ഈ കോപ്രായത്തരങ്ങളും ഈ വൃത്തികേടുകളും മാത്രം ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവേണ്ടതായിട്ടില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരുപാട് ആളുകൾ ഇവൾക്കെതിരെയുള്ള വീഡിയോസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ദുബായിൽ ഇവൾ ഉണ്ട് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നേരിട്ട് കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ എന്തുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് എന്നുള്ളതല്ല, ഇവിടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവരും റിയാക്ട് ചെയ്തട്ടെ. ഇപ്പൊ കുറെ ആളുകൾ നീ ഇത് നിർത്താറായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തത് കൊണ്ടും നിങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ അത് ഷെയർ ചെയ്തത് കൊണ്ടും കമന്റ് ഇട്ടത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇത് ഇത്ര വലിയ ചർച്ചയായത്. കേരളത്തിലുള്ള മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സും ഇത് എടുത്ത് റിയാക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചർച്ചയാവുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഇത്രയും പ്രഷറിൽ പോലീസുകാര് ഇതിന്റെ പിന്നാലെ ഇപ്പൊ ഓടുന്നുണ്ടെങ്കിൽ ഓടുന്നത്. തുടക്കത്തിൽ ഓടിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവൾ ഇപ്പൊ ഗൾഫിൽ എത്തിയിട്ടുള്ളത്. അപ്പോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ റിയാക്ട് ചെയ്യുക. എത്തരം കാര്യങ്ങൾ വരുമ്പോ തെറ്റ് അത് ആര് ചെയ്താലും കാണുകയാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അതിനൊക്കെ തന്നെയാണ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നാടിന് നന്മക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ റിയാക്ഷൻസ്. അത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് ഈ ഈ കാറിൽ കുത്തിയിരിക്കുന്നത്. അപ്പൊ ഇനിയും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ വരാം. അപ്പൊ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.